പർവ്വതരാജാവായ സാക്ഷാൽ ഹിമവാന്റെ പുത്രിയാണ് പാർവതി ദേവി. പരമശിവനെ ഭർത്താവായി ലഭിക്കുവാൻ പാർവതി കഠിനമായ തപസ്സനുഷ്ഠിക്കുന്ന കാലത്ത് ഒരു നാൾ ഒരു താപസൻ ദേവിയെ കാണാൻ വന്നു. ആ താപസന് കൊടുക്കേണ്ടുന്ന സകല മര്യാദകളും പാർവതി ക്ഷമയോടെ ചെയ്തു. പക്ഷെ വന്ന താപസൻ ഭഗവാൻ ശിവനെ കുറിച്ച് തുടരെ കുറ്റം പറഞ്ഞു തുടങ്ങി. ദേവി, അയാൾ ചുടല ഭസ്മധാരിയാണ്. ചില രാത്രികളിൽ വസിക്കുന്നത് ശ്മശാനത്തിലാണ്. കൂട്ടാളികളായി കൂടെയുള്ളത് ആര് കണ്ടാലും ഭയപ്പെടുന്ന ഭൂതഗണങ്ങളാണ്. കഴുത്തിലുള്ളത് സീൽക്കാരം പുറപ്പെടുവിക്കുന്ന സർപ്പരാജാവായ വാസുകിയാണ്. ആഭരണങ്ങളായി അണിഞ്ഞിരിക്കുന്നത് സർപ്പങ്ങളെയാണ്. മുക്കണ്ണനാണ് അയാൾ. ക്രോധം വന്നാൽ എന്തിനേയും ഭസ്മമാക്കാൻ ശേഷിയുള്ള മൂന്നാം തൃക്കണ്ണ് കാണുമ്പോൾ തന്നെ ഭയം തോന്നും. അതുമായി ആരും പേടിക്കുന്ന ഭൂതഗണങ്ങളോടൊത്ത് നന്ദികേശ്വരനുമായി കൈലാസത്തിൽ വസിക്കുന്ന അയാളെ ഏത് പെൺകുടിക്കാണ് പ്രണയിക്കാനാവുക? അതുകൊണ്ട് ദേവി സ്വയം പീഡയേൽപ്പിക്കുന്ന ഈ തപസ് മതിയാക്കുക. ദേവി പർവ്വതരാജാവായ ഹിമവാന്റെ പുത്രിയാണ്. ആവശ്യപ്പെടുന്ന പക്ഷം ഏതൊരു യോഗ്യനായ യുവാവിനെയും ഏൽക്കാൻ അദ്ദേഹം മുന്നിൽ കൊണ്ട് നിർത്തിത്തരും. അങ്ങനെയുള്ളപ്പോൾ എന്തിനാണ് ശ്മശാനവാസിയായ ജടാധാരിയായ ഭസ്മം ചൂടി നിൽക്കുന്ന ആ വിരൂപിയെ എന്തിനു പ്രണയിക്കണം? പോകൂ, രാജകൊട്ടാരത്തിലേക്ക് തിരികെ പോകൂ. ക്ഷമയോടെ വരവേറ്റ താപസൻ തന്റെ എല്ലാമെല്ലാമായ മഹാദേവനെ കുറിച്ച് പറയുന്ന അപവാദങ്ങളെ സഹിക്കുവാൻ പാർവതി ദേവിക്ക് കഴിഞ്ഞില്ല. പ്രണയഭാവം പൂണ്ടിരുന്ന ദേവി ക്രോധം കയറുന്ന ഭദ്രകാളിയാകുവാൻ ക്ഷണനേരം കൊണ്ട് കഴിയുമല്ലോ. പരമശിവനെ മാത്രം ഭർത്താവായി ലഭിക്കുവാൻ ഹിമാലയത്തിൽ തപസ്സനുഷ്ഠിക്കുന്ന പാർവതി കുറച്ചു മുന്നേ അങ്ങ് പരിഹസിച്ച ശ്മശാനവാസിയായ സകലർക്കും മോക്ഷപ്രദായകൻ എന്ന് അങ്ങ് മറന്നു. ഭൂതഗണങ്ങളെ അങ്ങ് ഭീകരരൂപിയെ കണ്ടപ്പോൾ മഹാദേവൻ അവരെ കണ്ടത് സ്വന്തം മക്കളെ പോലെയാണ്. സർപ്പരാജാവായ വാസുകിക്ക് പ്രൗഢമായി ഇരിക്കുവാൻ ആ കഴുത്തിലല്ലാതെ മറ്റേതൊരു ഇരിപ്പിടമാണ് ഈ ലോകത്തുള്ളത്. എന്തിനേയും ദഹിപ്പിക്കുവാൻ തക്ക ശക്തിയുള്ള തൃക്കണ്ണിനെ കുറിച്ച് അങ്ങ് പറഞ്ഞു. സൂര്യചന്ദ്രന്മാർ അക്ഷികളായിട്ടുള്ള ആ ചിതാനിത്യ രൂപത്തിന്റെ ഒരു കണ്ണിൽ പക്ഷേ കരുണയും അനുഗ്രഹവും സ്നേഹവും വിടരുന്നത് അങ്ങ് കണ്ടില്ല. സതീദേവിയുടെ വിയോഗത്തിൽ ഹൃദയം പൊട്ടി വിഷമത്തോടെ അലഞ്ഞിരിഞ്ഞു നടക്കുന്ന ആ പ്രമസ്വരൂപനെ അങ്ങ് കണ്ടില്ല. ഈ പ്രപഞ്ചത്തിലെ മറ്റേതൊരു പുരുഷനെയും പതിയായി വരണമാല്യം ചാർത്തുന്നതിലും എത്രയോ വലിയ ഭാഗ്യമാണ് കപാലങ്ങൾ ഹാരമായി നീണ്ടുകിടക്കുന്ന ആ ദേഹത്ത് വരണമാല്യം ചാർത്തുക എന്നത്. ഏത് സ്ത്രീയാണ് ആഗ്രഹിക്കാത്തത്? കൊട്ടാരവും ലൗകിക സുഖങ്ങളും ഇട്ട് താനിവിടെ തപസ് ചെയ്യുന്നത് പരമേശ്വരന്റെ പത്നിയാകാനാണ്. അതല്ലാതെ മറ്റൊന്നും എനിക്ക് വേണ്ട. അത് നടന്നില്ല എങ്കിൽ ഞാൻ മരിച്ചുകൊള്ളട്ടെ. അതല്ലാതെ മറ്റൊന്നിനും ഈ അപർണയെ പിന്തിരിക്കുവാൻ കഴിയില്ല. ഇനിയും ഇവിടെ നിൽക്കാതെ ദയവായി അങ്ങ് പോകൂ. ദേവി എന്നൊരു സൗമ്യവും ഒപ്പം പ്രേമവും കലർന്ന ഒരു വിളിയായിരുന്നു പിന്നിലേക്ക് തിരിഞ്ഞു നടന്ന പാർവതി ദേവിയുടെ കർണങ്ങളിൽ പതിച്ചത്. താൻ ഇത്രയും നേരം സംസാരിച്ച താപസനായ സന്യാസിയുടെ ശബ്ദമായിരുന്നില്ല അത്. തിരിഞ്ഞു നോക്കിയ ദേവി താപസന്റെ സ്ഥാനത്ത് കണ്ടത് ജടാചൂടധാരിയായ കയ്യിൽ ത്രിശൂലമേന്തി നിൽക്കുന്ന സാക്ഷാൽ പിനാകപാണിയായ ദേവാദിദേവനെയാണ്. ദേവി, അവിടുന്ന് എന്നെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. ദേവിയുടെ പ്രണയത്തിനോട് മുഖം തിരിക്കുവാൻ എനിക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് ദേവിയുടെ ആഗ്രഹം പോലെ തന്നെ സഫലമാകട്ടെ. ഭവതിയെ എന്റെ പത്നിയാക്കുവാൻ നാം തീരുമാനിച്ചിരിക്കുന്നു. നാം ഒന്നിക്കുന്ന വിശിഷ്ട മുഹൂർത്തത്തിൽ ദേവഗണങ്ങൾ പുഷ്പവൃഷ്ടി നടത്തും. പ്രപഞ്ചം ആനന്ദ നൃത്തം ചെയ്യും. സൂര്യചന്ദ്രന്മാർ പതിവിലും മീതെ കൂടുതൽ പ്രകാശം ചൊരിഞ്ഞ് വിളങ്ങി നിൽക്കും. കാരണം ഇനി മുതൽ ഞാനും ദേവിയും രണ്ടല്ല. ഇനി മുതൽ എന്റെ ശരീരത്തിന്റെയും മനസ്സിന്റെയും ആത്മാവിന്റെയും പകുതി ദേവിയാണ്. പ്രകൃതിയും പുരുഷനും പോലെ, സത്യവും ധർമ്മവും പോലെ, ഹോമകുണ്ടത്തിലേക്ക് അർപ്പിക്കപ്പെടുന്ന ഹവിസ് പോലെ, സമുദ്രത്തിലൂടെ ഒഴുകിച്ചേരുന്ന നദി പോലെ എന്നിലേക്ക് ലയിക്കൂ. ദേവിയുടെ പ്രണയം എന്നിൽ വരണമാല്യമായി ചാർത്തു. പരമശിവന്റെ സ്വന്തമാകൂ. പ്രകൃതിയും പുരുഷനും ചേർന്ന് ലയിക്കുന്നത് ശിവപാർവതി സങ്കല്പം. രമ്യകർമ്മങ്ങളും സ്വർണ്ണാഭരണങ്ങളും പട്ടുമെത്തകളും ഉപേക്ഷിച്ച് കൈലാസത്തിന്റെ കൊടും ശൈത്യത്തിലേക്ക് തന്റെ പ്രാണപ്രയനൊപ്പം സഞ്ചരിക്കാനിറങ്ങിയ പാർവതി ദേവിക്ക് തിരികെ ശിവൻ നൽകിയത് തന്റെ പാതിയാണ്. ഈ ശിവനില്ലെങ്കിൽ ശക്തിയില്ല, ശക്തിയില്ലെങ്കിൽ ശിവനുമില്ല. ഓം നമഃ ശിവായ.